ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ക്രൂഷ്യൽ മൊമെന്റിലാണ് നമ്മളിപ്പം IPL നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 ടീം ടേബിൾ ടോപ്പിൽ നിന്ന് 6 ടീമുകൾക്കും പ്ലേ ഓഫിൽ എത്താനുള്ള വലിയൊരു ചാൻസ് തന്നെ ഇപ്പൊ ഉണ്ട്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ ടീമുകൾക്കും 3 കളി വീതം ബാലൻസ് ഉണ്ട്. ഇതില് ഇപ്പൊ പോയിന്റ് ടേബിളിൽ ഒന്നാമത് നിൽക്കുന്നത് RCB ആണ്, 14 പോയിന്റാണ്. 2ാം സ്ഥാനം നിൽക്കുന്നത് സൺറൈസേഴ്സ്, 3ാം സ്ഥാനം നിൽക്കുന്നത് ഗുജറാത്ത്. ഇവർക്ക് 3 പേർക്കും 14 പോയിന്റ് വീതമുണ്ട്. 4ാമത് നിൽക്കുന്ന പഞ്ചാബിന് 13 പോയിന്റേ ഉള്ളൂ. എന്നാൽ 5ാമത് നിൽക്കുന്ന ചെന്നൈക്ക് 12 പോയിന്റ് ഉണ്ട്. 6ാമത് നിൽക്കുന്ന രാജസ്ഥാന് 12 പോയിന്റ്. അങ്ങനെ അപ്പോൾ ക്രൂഷ്യൽ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ചെന്നൈക്ക് എന്തായാലും ചെന്നൈക്ക് പ്ലേ ഓഫിൽ വരെ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ചാൻസ് എന്ന് പറഞ്ഞാൽ ഇനി ബാലൻസ് ഉള്ള 3 കളിയും നല്ല രീതിയിൽ നല്ല റൺ റേറ്റിൽ മാർജിനിൽ ജയിച്ചു കഴിഞ്ഞാൽ, നെറ്റ് റൺ റേറ്റ് അടിസ്ഥാനത്തിലായിരുന്നാൽ പോലും 18 പോയിന്റോടെ പ്ലേ ഓഫിൽ ചെന്നൈ എത്തും. അത് ഒന്നാമത്തെ കാര്യം. സൂപ്പറായിട്ട് ചെന്നൈ എത്തും. ഇല്ലെങ്കിൽ പഞ്ചാബ് നല്ല രീതിയിൽ തോക്കുക എങ്കിൽ ചെന്നൈക്ക് ഒന്നുകൂടി സ്ഥാനം മേൽക്കൈ കിട്ടും, ശകലം കൂടി കുറച്ചുകൂടി മേൽക്കൈ കിട്ടും പ്ലേ ഓഫിൽ എത്താനായിട്ട്. പക്ഷെ എന്നാലും ഒരു പണിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ തൊട്ട് ബേക്കിൽ രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാനിൽ തുടരെ 3 കളി ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രാജസ്ഥാനും ചാൻസ് കിട്ടും. പക്ഷേ രാജസ്ഥാനും തോക്കേ വേണം. രാജസ്ഥാൻ ഇനിയുള്ള മാച്ച് മൊത്തം എന്ന് പറഞ്ഞാൽ ഡൽഹി ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, പിന്നെ മുംബൈ ഉണ്ട്. രാജസ്ഥാൻ ചെന്നൈക്കാണെങ്കിൽ അടുത്ത മാച്ച് വന്ന് ലക്നൌവിന്റെ കൂടെയാണ്. കഴിഞ്ഞ മാച്ച് ലക്നൌവിന്റെ കൂടെ വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 15ാം തീയതി നടക്കുന്ന മാച്ച് ലക്നൌവിന്റെ കൂടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഹൈദരാബാദിന്റെ കൂടെ. അത് കഴിഞ്ഞ അവസാന മത്സരം ഗുജറാത്തിന്റെ കൂടെ. ഈ 3 മത്സരം ചെന്നൈ ജയിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പ്ലേ ഓഫിൽ വരാം. പക്ഷേ ഇതിൽ ഒരു ഇമ്പാക്ട് ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ പ്ലേ ഓഫിൽ എത്തുമെന്ന് പോലും ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചെന്നൈ IPL സ്റ്റാർട്ടിങ് തുടങ്ങിയ സമയത്തുള്ള ചെന്നൈ അല്ല ഇപ്പോഴത്തെ ചെന്നൈ. ഇപ്പൊ ചെന്നൈ മെച്ചപ്പെട്ട് എല്ലാ കളികളും വിജയിച്ച് നല്ല രീതിയിൽ മെച്ചപ്പെട്ട് ടീം ബാലൻസ് ആയി. സഞ്ജുവിന്റെ നല്ല രീതിയിലുള്ള ഫോമും, ഋതുരാജ് ഗെയ്ക്വാദിന്റെ നല്ല ക്യാപ്റ്റൻസിയും, അൻഷുൽ കാംബോജിന്റെ നല്ല ബൗളിങ്, അങ്ങനെ ടീം മൊത്തത്തിൽ ബാലൻസ് ആയി നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെയുള്ള ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3 മാച്ചും ഒന്നും നോക്കണം, ജയിക്കണം. വിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെന്നൈ പ്ലേ ഓഫിൽ ഉറപ്പാണ്. പിന്നെ ഇന്നലെ നടന്നു കഴിഞ്ഞ ഗുജറാത്ത് സൺറൈസേഴ്സ് മത്സരം, അതിൽ ഗുജറാത്ത് നല്ല മാർജിനിൽ ജയിച്ചു. ഇപ്പം പോയിന്റ് ടേബിളിൽ ഗുജറാത്താണ് നമ്പർ 1 ആയിട്ടിരിക്കണം. പിന്നെ ഇന്ന് നടക്കുന്ന കൊൽക്കത്ത ബാംഗ്ലൂർ മാച്ചിൽ ബാംഗ്ലൂർ വിൻ ചെയ്യുകയാണെങ്കിൽ ഗുജറാത്തിന്റെ താഴെ ബാംഗ്ലൂർ 2ാം സ്ഥാനത്തിലെത്തും. അങ്ങനെ ഭയങ്കര പ്രഷറോട് കൂടിയുള്ള പ്ലേ ഓഫ് സിറ്റുവേഷൻ ആണ്. എന്തായാലും ചെന്നൈക്ക് നല്ല രീതിയിൽ